കേരള പോലീസിനെ പോലും കുഴക്കിയ ഒരു കൊലക്കേസ്. ഒരു തുമ്പുമില്ല, സാക്ഷികളില്ല, തെളിവുകളില്ല, പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. 2013 മാർച്ച് 4 മലപ്പുറം വെണ്ടല്ലൂരിലെ ഒരു വീട്ടിൽ 88 വയസ്സുകാരിയായ കുഞ്ഞലക്ഷ്മി അമ്മ ഒറ്റയ്ക്കായിരുന്നു. സ്കൂൾ അധ്യാപികയായിരുന്ന മകൾ ജോലിക്ക് പോയിരുന്നു. വീട്ടിലെ മുൻവാതിലും ഗേറ്റും പൂട്ടിയിരുന്നെങ്കിലും അടുക്കള വാതിൽ അടച്ചിട്ടിരുന്നില്ല. വൈകുന്നേരം മകൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാഴ്ചയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞലക്ഷ്മി അമ്മയുടെ ശരീരം. കവിളുകളിലും മുഖത്തും കഴുത്തിലുമായി നിരവധി മുറിവുകൾ. സ്വർണ്ണാഭരണങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു. വളാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ കേസിൽ ഒരു തുമ്പ് പോലും ലഭിച്ചില്ല. പോലീസ് നായയെ കൊണ്ടുവന്ന് ഫോറൻസിക് പരിശോധന നടത്തി. ബന്ധുക്കളെയും അയൽക്കാരെയും ഒരുപോലെ ചോദ്യം ചെയ്തു. പക്ഷേ പ്രതി ആരാണെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ എത്തുന്നു. ഒരു ജ്വല്ലറി ഉടമയുടേതായിരുന്നു ആ വിളി. സാർ, ഇന്നലെ ഒരു സ്ത്രീ സ്വർണം വിൽക്കാൻ വന്നിരുന്നു. സരോജിനി എന്നാണ് പേര് പറഞ്ഞത്. പോലീസിന് പ്രതീക്ഷയായി. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ജ്വല്ലറിയിലെ CCTV ഒരു മാസമായി പ്രവർത്തിച്ചിരുന്നില്ല. അങ്ങനെ പോലീസിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആ 2 വിവരങ്ങൾ മാത്രം. സരോജിനി എന്ന പേര്, പൈങ്കണൂർ എന്ന സ്ഥലം. ഈ ചെറിയ വിവരങ്ങൾ പിടിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസ് പല വേഷങ്ങളിൽ പൈങ്കണൂരിലെത്തി. സരോജിനി എന്ന പേരുള്ള സ്ത്രീകളെ അന്വേഷിച്ചു. ഒരുപാട് പേരെ പരിശോധിച്ചു. പക്ഷേ എല്ലാവരും നിരപരാധികളായിരുന്നു. വീണ്ടും അന്വേഷണം വഴിമുട്ടി. അതിനിടയിലാണ് ഒരു പഴയ വീഡിയോ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്ന ചില ദൃശ്യങ്ങൾ. ആ വീഡിയോ വീണ്ടും പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ പോലീസിന് എന്തോ പന്തികേട് തോന്നി. അവൾ ബന്ധുവീട്ടിൽ ജോലിക്കാരിയായിരുന്നു. അവളെ വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ പോലീസിന്റെ ചോദ്യങ്ങൾ കടുത്തതോടെ കഥ മാറി തുടങ്ങി. അവൾ പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ സത്യം പുറത്തു വന്നു. സ്വർണം കവർന്നെടുക്കാനാണ് കുഞ്ഞലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയതെന്ന്. കവർന്നെടുത്ത സ്വർണം പിന്നീട് വിവിധ ജ്വല്ലറികളിൽ വിറ്റു. അതിൽ നിന്നുള്ള പണത്തിന്റെ ഒരു ഭാഗം വീട്ടിൽ ഒളിപ്പിച്ചിരുന്നു. പോലീസ് വീട്ടിലെത്തിയപ്പോൾ പോലും അവർ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ തലയണയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന പണം പുറത്തു വീണ നിമിഷം എല്ലാം അവസാനിച്ചിരുന്നു. വെറും 6 ദിവസത്തിനുള്ളിൽ കേരള പോലീസ് പ്രതിയെ കണ്ടെത്തി. ഒരു ഫോൺ കോൾ, ഒരു വ്യാജ പേര്, ഒരു ചെറിയ സംശയം, അവയാണ് ഒടുവിൽ കൊലക്കേസിന്റെ ചുരുളഴിച്ചത്. എത്ര സമർത്ഥമായി സത്യം മറച്ചു വെച്ചാലും ചിലപ്പോൾ ഒരു ചെറിയ പിഴവ് മതി അത് വെളിച്ചത്ത് വരാൻ.